Good morning, friends. It's me, Simon, YouTube channel, Simon Varghese Instagram, Simon Varghese Facebook. Welcomes you all. Have a fantastic positive day. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം ജലസി കുശുമ്പം. ഇന്ന് ഈ മലയാളികൾ നേടിയെടുത്ത നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ അവൻ്റെ സ്വതസിദ്ധമായ കുശുമ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് അനുകൂലിക്കും, കുറേ ബുദ്ധിജീവികൾ എതിർക്കും, കുറേ അതിശ്രേഷ്ഠന്മാർ കഠിനമായി എതിർക്കും. എനിക്കറിയാം, 3 തരമുണ്ടല്ലേ, ഏത് കേസിലും ഉണ്ട് 2-3 ടൈപ്പ് ആളുകൾ. ഞാൻ പക്ഷേ അത് ഈ കുശുമ്പാണ് ഇന്നത്തെ കേരളത്തെ സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയും. ഒരു 25 കൊല്ലം മുമ്പേ ഒന്ന് പോയി കേരളത്തിലൊക്കെ അപ്പടി കുടിൽ സമാനമായ വീടുകളൊക്കെ ആയിരുന്നു. ഇന്ന് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇറങ്ങി നടന്നു നോക്കി, അവിടെ സൂര്യസുന്ദരമായ ഭവനങ്ങളും നല്ല നല്ല കൂടിയ കാറുകളൊക്കെ കാണാം. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടായതാണ്? ഞാൻ പറയും ദൈവാനുഗ്രഹത്തിൽ നിന്നുണ്ടായതാണ്. ഞാൻ പറയും കുശുമ്പിൽ നിന്നുണ്ടായതാണ്. എന്താ കാര്യം? നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, അപ്പോൾ ദൈവാനുഗ്രഹമുണ്ട്. ഇൻ ദ മീൻ ടൈം നമ്മൾ അപ്പുറത്തെ വീട്ടിലെ സൂസൻ മേരി തോമസ് ഒരു കാറ് വാങ്ങിച്ചു. കാരണം ഇപ്പുറത്തെ വിലാസിനി അന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചു ഞാനും കാറ് വാങ്ങിക്കും. അവൾ ഏറ്റവും ഇഷ്ടമുള്ള അവിടെ കൂട്ടുകാരികളായിട്ടുള്ള ഷെർലിയോടും മിനി നായരോടും ഒക്കെ ചെന്ന് പറഞ്ഞു, സൂസൻ മേരി തോമസ് കാറ് വാങ്ങിച്ചു, ഞാനും കാറ് വാങ്ങിക്കും, 1 വർഷം എന്ന് വാങ്ങിക്കും, 1 വർഷത്തോളം വാങ്ങിക്കുമല്ലോ, പോച്ചല്ലോ അല്ല. ഓക്കെ. എന്നാലും അവർ കാത്തിരിക്കുകയാണ്. അവരുടെ ഭർത്താവ് എന്ന് വരിക, വലിയും കഴിഞ്ഞ് വരിക. ഒരു മേസ്ത്രി ജോലിക്കാരനാണ്. മക്കൾ 2 ആൺമക്കളുണ്ട്. അവരതിന് ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ഇളയ മോള് പഠിക്കുക. വൈകിട്ട് ഭക്ഷണം വിളമ്പി വെച്ചപ്പം ഈ അമ്മ പ്രഖ്യാപിച്ചു, സുലോചന പ്രഖ്യാപിച്ചു, ഞാനും കാറ് വാങ്ങിക്കും. ഭർത്താവ് ഞെട്ടി, എന്തായി പറയുന്നത്? യെസ്, ഞാനും കാറ് വാങ്ങിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുലോചന മേരി തോമസ് കാറ് മേടിച്ചു. കാര്യമൊക്കെ പറയാം. എൻ്റെ പൊന്നെ, നിങ്ങൾക്കറിയാമോ, അന്ന് തൊട്ട് ആ കുടുംബത്തിന് ഒരു പുതിയ ടാർഗറ്റ് വന്നു, ഒരു കാറ് വാങ്ങിക്കാനാണ്. അപ്പൻ്റെ ദുർച്ചെലവ് കുറച്ചു. മക്കൾ കിട്ടുന്ന പൈസയിൽ ഒരു പങ്ക് അമ്മയുടെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അമ്മ കുടുംബശ്രീ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. മോളാണേലും അവിടെ ആഡംബര ഇച്ചിരി കുറച്ചു. അത് കൂടി വന്നു. അമ്മ ഒരു ചിട്ടി ചേർന്നു. 40 മാസത്തെ ചിട്ടിയാണ് KSF-യിൽ. അത് 12ാം തവണ സുലോചനയ്ക്ക് അടിച്ചു. സുലോചന എൻ്റെ കൂട്ടുകാരികളെ കൊണ്ട് ജാമ്യം നിർത്തി ആ പൈസ വാങ്ങിച്ചു. ഭർത്താവിൻ്റെ മക്കളെല്ലാം കൂടി നമുക്കിന്ന് ജോലിക്കാരും പോകണ്ടാവേ, എല്ലാവരും അവിടെ നിന്ന് ആലോചിച്ച് അവരൊരു കാറ് കമ്പനി ഇപ്പോൾ. അന്നേരത്തേക്ക് മക്കളൊക്കെ മൊബൈലിൽ നോക്കാൻ തുടങ്ങി നല്ല കാർ ഏതാണ്. അവസാനം അവർ തീരുമാനിച്ചു MGയുടെ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നു വില പേശി. അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞ് അവരത് സെറ്റാക്കി. ഒരു കാർ വാങ്ങിച്ചു. വെറും കാറല്ല, ഇലക്ട്രിക് കാറാണ് വാങ്ങിച്ചത്. ചാർജ് ചെയ്ത് ഓടിക്കാവുന്ന കാറാണ് വാങ്ങിച്ചത്. എന്ത് തോന്നുന്നു ഈ കഥ കേട്ടിട്ട്? ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ ഗൾഫിൽ പോയി, നമ്മൾ ഗൾഫിൽ പോയി. നമ്മുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ഗൾഫ് വഴി യൂറോപ്പിൽ പോയി, അമേരിക്കയിൽ പോയി, നമ്മളും പറഞ്ഞു. നമ്മുടെ കുട്ടി ഇംഗ്ലണ്ടിലോ അമേരിക്കയിൽ പോയി ഹയർ സ്റ്റഡീസിന് പോയി. എന്താ സ്ഥിതി? ഇന്നിപ്പം BJP മന്ത്രിമാരുടെ മക്കൾ പോലും അന്വേഷിച്ചാൽ അറിയാം, അവർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അതുപോലെ എല്ലായിടത്തും പഠിക്കാൻ പോയിരിക്കുകയാണ്. എന്താ കാര്യം? ഞങ്ങൾക്കും കേരളം പോലെ ആകണം, ഞങ്ങളുടെ മക്കളും മലയാളികളെ പോലെ ആകണമെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാനൊരു പ്രഭാഷണം കേട്ടോ പറയുകയാണ്, ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ മുമ്പന്മാരിൽ മുമ്പന്മാർ മലയാളികളാണ്, ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. എന്താ കാര്യം? അവരുടെ എഡ്യൂക്കേഷൻ, ഹാർഡ് വർക്ക്. ഗുഡ് മോർണിംഗ്. എഡ്യൂക്കേഷൻ, ഹാർഡ് വർക്ക്, പിന്നെ ഈ കുശുമ്പും. എന്നെ പഠിപ്പിച്ച പ്രൊഫസറേക്കാൾ വലിയ ആളാകണമെന്ന് ഒരു MBBS പഠിക്കുന്ന കുട്ടിയുടെ ആഗ്രഹം. അവർ ഏറ്റവും ടാർഗറ്റാണ് ഫിക്സ് ചെയ്യുന്നത്.
അപ്പോൾ ഈ അസൂയ എന്ന് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി വിജയിക്കാനുള്ള തൃഷ്ണ എന്ന് വേണേൽ എന്നെ പറയാം. അപ്പോൾ നിങ്ങൾ കുശുമ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മോശമായ കാര്യമല്ല എന്നും പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കുശുമ്പല്ല, പോസിറ്റീവ് കുശുമ്പാണ്. അപ്പുറത്തെ സുസൻ മേരി തോമസ് ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങിച്ചെങ്കിൽ ഞാൻ MGയുടെ ഇലക്ട്രിക് കാറാണ് വാങ്ങിച്ചത്. അതാണ് സുലോചന. അത് അസൂയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അസൂയ. പക്ഷേ ജീവിതം വിജയിക്കണമെങ്കിൽ നമുക്ക് ഉള്ളിൽ ഒരു തികട്ടലുണ്ടാകണം, ഒരു ആഗ്രഹം ഉണ്ടാകണം, ബേണിംഗ് ഡിസയർ. ഈ ബേണിംഗ് ഡിസയർ വിൽ ഫുൾഫിൽ ആൻഡ് അറ്റൈൻ ദി ഗോൾ. നിങ്ങൾക്കൊരു എന്താ കഥ? കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ ADGP ലോ ആൻഡ് ഓർഡർ വിജയൻ സാറ് പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനാണ്, കൂലിപ്പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ ഉള്ളിൽ തേങ്ങിയത് എനിക്കൊരു IPS ഓഫീസറാണെന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ശ്രമിച്ചു, പരിശ്രമിച്ചു, വിജയിച്ചു. ഇന്ന് കേരളം പോലെ അത്യുന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന കേരളം എന്ന് പറയുന്നത് വെറും ചെറിയൊരു കേരളമല്ല, ഓർത്താണ്. ഇന്ത്യക്കാകെ അഭിമാനമായ ഓരോ ഇന്ത്യക്കാരനും കുശുമ്പോടെ നോക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ കേരളത്തിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ADGP ആകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ആ കസേരയാണ് വിജയൻ സാർ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം അതാണ് ബേണിംഗ് പാഷൻ ആൻഡ് ഡിസിഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ദാറ്റ് വിൽ ലീഡ് അസ് ടു conquer our goal. You must see that. So even if you are in your 70s, 80s or 50s, 30s, 20 and even 11, no problem. You must set your goal and work for that. Hard work കൊണ്ട് ഒരു കാര്യമില്ല. You must do it smartly, smart work. We do need smart work. ഒരു 10 വർഷം മുമ്പ് ഒരു ഹാർഡ് വർക്കിന് വലിയ പ്രാധാന്യം, അത് പോയി. ഹാർഡ് വർക്ക് ഇപ്പം ഞാൻ പറയാം, ഈ ഒരു കടയുണ്ട്, ഒരു മൊബൈലൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്, പേര് ഞാൻ പറയുന്നത്. അതിലൊരു മൊബൈൽ റിപ്പയറായിരുന്നു, മൊബൈൽ ഫോൺ റിപ്പയറായിരുന്നു. അതിലൊരു കട തുടങ്ങി, സ്വാഭാവികം. അതിനുശേഷം എന്ത് ചെയ്തു? അതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ കണ്ട് സോഫ്റ്റ്വെയർ ചെയ്ത് അതിലൊന്നൊന്നായി കടകൾ ആരംഭിച്ചു. ഇന്നിപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലത്തും കടയുണ്ട് ആ കട. പക്ഷേ എവിടെ എത്തി? അവിടെയൊക്കെ ഓരോ മാനേജേഴ്സിന് സ്റ്റാഫിനെ നിയമിച്ചിരിക്കുക. അപ്പോൾ 140 കടകളിൽ ആരാ ബിസിനസ് ചെയ്യുന്നത്? ആ ഒരു പേഴ്സണാണ് ബിസിനസ് ചെയ്യുന്നത്. ഞാനും ചെന്നൊരു മൊബൈൽ വാങ്ങിക്കാൻ. അപ്പം എനിക്ക് ഓപ്പോയുടെ ഏറ്റവും പുതിയ മോഡലാണ്. അപ്പം എന്നോട് പറഞ്ഞു 30,000. ഗുഡ് മോർണിംഗ്. യാ കാര്യം 30,000 ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ വോണ്ട് സം ഡിസ്കൗണ്ട്. ഉടനെ ഈ മാനേജർ ഫോൺ എടുത്ത് വിളിക്കുന്നവരെ ഈ ഉടമ ഒരു AC റൂമിലിരിക്കുക. ഉടനെ ഉടമ ചോദിച്ചു റെഡി ക്യാഷ് ആണെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു റെഡി ക്യാഷ് ആണോ? ഞാൻ പറഞ്ഞു അതെ. ഒരു 28,000 കൊടുത്തേക്കാൻ പറഞ്ഞു. 28,000. ആരാ കച്ചവടം നടത്തിയത്? അതായത് അദ്ദേഹം ബുദ്ധിപൂർവ്വം ചെയ്യുകയാണ്. അതായത് അദ്ദേഹം ഒരിടത്തിരുന്ന് തന്നെ വിൽപ്പന നടത്തി. അങ്ങനെ തന്നെ വിൽപ്പന നടത്തി ഒത്തിരി പേരെ നമുക്കറിയാം. അവരൊക്കെ ഇപ്പോൾ ഇല്ല, അവർ പോയി. ഇതങ്ങനെയല്ല, തന്നെ വിൽപ്പനയല്ല, അത് തന്നെ പ്ലാൻ ചെയ്ത് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ കിടക്കുക. എല്ലാ സ്ഥാപനങ്ങളും ഇയാൾക്ക് വേണ്ടിയ ബിസിനസ് ചെയ്യണം. അപ്പം അത്തരത്തിൽ നൂതനമായ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ മലയാളിയുടെ ജീവിത വിജയത്തിൻ്റെ രഹസ്യം അതാണ്. പിന്നെ നമ്മൾക്കൊരു ഗുണമുണ്ട്. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കും. എടാ മോനെ, ഞാനൊരു സംഭവം പറയാം. ഞങ്ങളുടെ പള്ളിയിൽ കുർബാന കൂടിയിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം എല്ലായിടത്തും പണക്കാരും പാവപ്പെട്ടവരൊക്കെ ഉണ്ട്. പാവപ്പെട്ടവരിൽ പാവപ്പെടുന്ന ഒരാൾ അടുത്ത ആളോട് പറയുകയാണ്, എടാ നീ അറിഞ്ഞോ എൻ്റെ മോള് UK-യിലാണ്. ഞാനിത് ഓവർ ഹെയർ ചെയ്യാം. നിൻ്റെ മോള് നഴ്സിംഗ് എടാ നഴ്സിംഗ് പഠിച്ചാൽ അത്ഭുതമൊന്നും പറഞ്ഞല്ലേ ഞാൻ കേട്ടത്. എടാ എറണാകുളത്ത് KSRTC സ്റ്റാൻഡുണ്ട്. അവിടെ ബസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ മുകളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവർ ഈ ഫോറിനിലേക്ക് നഴ്സുമാരെയൊക്കെ വിടുന്ന. ഞാൻ അവിടെ എൻ്റെ മോളെ ഉണ്ടാക്കി അവരെ വിട്ടിരിക്കുന്നത്. അത് നല്ലതാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ കഴിയാം. എന്നിട്ട് എൻ്റെ ടൈം ഞാൻ നടന്നങ്ങ് പോവുക. മനസ്സിലായോ? നമ്മുടെ സ്വഭാവം ഇതാണ്. നമുക്കൊരു വിജയം ഉണ്ടായാൽ നമ്മളത് ഒളിച്ചു വെക്കുന്നവർ കാണാം. പക്ഷെ 95% പേരും അത് പറഞ്ഞു കൊടുക്കും. എടാ ഇങ്ങനൊരു വഴിയുണ്ട്, ഇന്നടുത്ത് ഇന്നയാളുണ്ട്. സൈമൺ വർഗീസിൻ്റെ ഒരു ചാനലുണ്ട്, അത് കേട്ടാൽ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് തോട്ട്സാണ്, നെഗറ്റീവ്സ് വരികയല്ല.
കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് കാണാം. ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവർ ഫാമിലിയായിട്ട് ടി വിയിലാണ് ഇത് കാണുന്നത്, യൂട്യൂബിലിട്ടിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജലസി അത്ര മോശം കാര്യമല്ല. പോസിറ്റീവ് ജലസി നല്ല കാര്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും ഉയരണം എന്ന് ഞാൻ പറയാറില്ലേ. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ നമ്മുടെ നാട്ടിൽ ഒരു 1000 രൂപ വരുമാനമുള്ള ആളായി കൂലിപ്പണിക്കാരെന്ന് പറയാം. അവൻ്റെ ജീവിതത്തിൽ അവൻ വലിയ ഉയർന്നത് കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പം എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. ഒരാൾ വന്നു. ഈ സെക്രട്ടറിമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു തിരക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മുടെ കീഴിൽ തന്നെ ധാരാളം സ്റ്റാഫുണ്ട്. അപ്പോൾ നമ്മൾ വന്നു. അപ്പോൾ ഫയൽ സ്വാഭാവികമായിട്ട് എൻ്റെ മേശപ്പുറത്ത് വന്നു, നമ്പർ ഇടണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡെപ്യൂട്ടി ചെയ്തു, അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോയി നോക്കാൻ പറയും. അപ്പം കുറച്ച് നേരമായിട്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോകുന്നില്ല. ഞാൻ ബെല്ലടിച്ചിട്ടായാലും പറഞ്ഞ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സാറേ അത് സാറ് തന്നെ നയിക്കാൻ നിർബന്ധമാണ്. ഞാൻ പറയുള്ളൂ, ചെറിയ കേസൊക്കെ ഞാനിങ്ങനെ പോകാൻ തുടങ്ങിയാലേ അത് എന്തായാലും സാറ് തല്ലെന്ന് പറയും. അപ്പോൾ അയാൾ കയറി വന്നു, സാറേ അത് പറ്റിയ സാറ് തന്നെ വരണം. ഗുഡ് മോർണിംഗ്. അയാളുടെ നിർബന്ധം സഹിക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ പോയി. സെക്രട്ടറി പോകുമ്പോൾ ആടെ ആഭരണങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മളിവിടെ ക്ലർക്ക് കാണും, പീണ്, എല്ലാവരും കൂടെ പോകുന്നത്. വണ്ടിയിലാണ് പോകുന്നത്, നമ്മുടെ വണ്ടിയാണ്. ഞങ്ങളവിടെ ചെന്നു. എൻ്റെ മുന്നേ അയാൾ കയറി പോയി. എടോ തൻ്റെ വീടേതാണെന്ന് ഞാൻ ചോദിക്കാം. അതൊന്നോന്തരൊരു വീടാണ്. ഇതാ സാറേ എൻ്റെ വീട്. ഞാൻ ഞെട്ടി. ചുമ്മാ അയാൾ വാശി പിടിച്ച് അടച്ചെന്നു. എൻ്റെ പൊന്നെ നല്ല സൂപ്പറായൊരു വീടാണ്. ഒരു 10,500 സ്ക്വയർ ഫീറ്റുള്ള 2-3 ബെഡ്റൂമുള്ള, അയാളും ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉള്ളൂ. പക്ഷേ അത്രയും നല്ല സൂപ്പർ വീട്. എനിക്കങ്ങ് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വീട് നമ്പർ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു ചെയ്തു. ടാക്സൊക്കെ ഇത്തിരി കുറച്ച്. അന്ന് ഞങ്ങൾ സെക്രട്ടറിമാരാണ് തീരുമാനിക്കുന്നത്. അയാളുടെ വരുമാനവും സാമ്പത്തിക ശേഷിയൊക്കെ പരിഗണിച്ചിട്ടാണ് ടാക്സ് എടുത്തത്. അപ്പോൾ നമ്മളേക്ക് ഇയാളുടെ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു, ടാക്സൊക്കെ ഇട്ട് കൊടുത്തു. അത് ഞാൻ അപ്പോൾ ഒരു കട്ടൻ കാപ്പി ഇട്ടുള്ളത്, കട്ടൻ കാപ്പി ഞങ്ങൾ കുടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അയാൾ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ റബ്ബർ വെട്ടാൻ പോകുന്ന ആളാണ്. എൻ്റെ ജോലി സമയം ഉച്ചയോടുകൂടി തീരും. അത് കഴിഞ്ഞ് ഞാൻ ഓരോരുത്തർക്ക് ഓരോരോ സഹായം ചെയ്യാൻ പോകും. എൻ്റെ ഭാര്യ കുടുംബശ്രീയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനമൊക്കെ പോകും. ഞങ്ങൾ പൈസ സ്വരൂപിച്ചു. ഞാൻ മദ്യപിക്കുന്നില്ല സാറേ. എൻ്റെ പൈസയെല്ലാം സൂക്ഷിച്ചു വെച്ചു. ചിട്ടികൾ ചേർന്ന്, KSF ചിട്ടികളൊക്കെ ചേർന്ന് അതെല്ലാം വെച്ച് ഞങ്ങൾ വലിയ കടമില്ലാതെ വീട് വെച്ചിരിക്കുകയാണ്. ചിട്ടി പിടിച്ചിട്ടിരുന്ന പൈസയുടെ പലിശയെല്ലാം കൂട്ടി ഞങ്ങൾ ഇത് ഒരു 10-18 വർഷത്തെ, 18 16 വർഷത്തെ പരിശ്രമമാണ് ഈ ഭവനം. മനസ്സിലായോ? സാമ്പത്തികം, അതായത് 1000 രൂപയ്ക്ക് പണിയെടുക്കുന്നയാൾ 500 രൂപ സൂക്ഷിച്ചു വെക്കണം. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു BCom MBA ഒക്കെ ഉള്ള ആളാണ്. കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ. പറഞ്ഞു തരാം. 1,00,000 രൂപ വരുമാനമുള്ള ആൾ 50,000 രൂപ സേവ് ചെയ്യണം. 50,000 കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. 1000 രൂപ വരുമാനമുള്ളവൻ 500 കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. 500 രൂപ സേവ് ചെയ്യണം. ഇത് ഒന്ന് കുറിച്ച് നോക്കിയോ, എന്തൊരു ഗ്രോത്താണെന്നറിയോ. ഇത് പടപടാന്ന് വളരും. ഇത് ബാങ്ക്, ഒരു കൂലിപ്പണിക്കാരനായ ഈ തങ്കപ്പൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ആദ്യമൊക്കെ സെക്രട്ടറി ചോദിക്കും, എന്തോടെ വന്ന് ഒരു അക്കൗണ്ട് പറയും കൊടുക്കുക. വളരെ ഉജ്ഞത്തിലാണ്. ഇയാൾ 500 രൂപ വെച്ച് 6 മാസം 6 ദിവസം ആകുമ്പോൾ അത് 3000 ആയി. അതുകൊണ്ടിട്ടു. രണ്ടാമത്തെ ആഴ്ച 3000 ഇട്ടു. മൂന്നാമത്തെ ആഴ്ച 5 ദിവസം പണിയുണ്ട്, 2500 ഇട്ടു. അപ്പോൾ എത്രയായി? 8500 ആ മാസം അവസാനമായപ്പോൾ എത്രയായി? 11,500 രൂപയായി. ഉടനെ ഇയാൾ വന്നപ്പം സെക്രട്ടറി വിളിച്ചു, മാനേജർ വിളിച്ചു, ഇനി വന്നേ തങ്കപ്പൻ ചേട്ടാ, നമുക്കിങ്ങനെ ഇട്ടാൽ മതിയോ? നമുക്കിതൊരു വർഷത്തേക്ക് ഫിക്സഡ് ഇട്ടാൽ നിങ്ങൾക്കും ഗുണമാണ് ഞങ്ങൾക്കും ഗുണമാണ്. നിങ്ങൾക്ക് 8% പലിശ കിട്ടും. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ സാറേ. അപ്പം തന്നെ പൂരിപ്പിച്ചു കൊടുത്തു. 1 മാസത്തെ 8,000 രൂപ ഫിക്സഡ് ഇട്ടു. അടുത്ത മാസം പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്ത മാസം വന്നു, വീണ്ടും ഇട്ടു. നിങ്ങൾ ആലോചിച്ച്, ഇപ്പം സെക്രട്ടറി പുള്ളിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നാ, വന്നോ ചേട്ടൻ, വരൂ. കുറച്ചാൾ ഇയാളുടെ അക്കൗണ്ടിൽ 5-6 ലക്ഷം രൂപയായപ്പം ബാങ്ക് പ്രസിഡൻറ്റ് പോലെ ഇയാളുടെ ജോലി എന്താ? ജോലി കൂലിപ്പണി തന്നെ. പക്ഷേ അയാളുടെ ആ സമ്പാദിക്കാനുള്ള ത്വര
ജീവിതത്തിലെ ഡിസിപ്ലിൻ. ഇങ്ങനെ ഡിസിപ്ലിനുള്ളവർ 2 നേരം കുളിക്കുന്നവരും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നവരുമായി, വില കൂടിയ വസ്ത്രം നല്ലത്, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുമായിരിക്കും. അവനൊരു കൂലിപ്പണിക്കാരനാണ്, ഒരു വീട്ടിൽ വന്ന വീട്ടിലെ ഉടമ പോലും മാന്യമായി പെരുമാറും. ഓ തങ്കപ്പൻ എന്ന് വിളിക്കത്തുള്ളൂ, എടാ തങ്കപ്പാന്ന് വിളിക്കുക. കാരണം അയാളുടെ രീതി കാണുമ്പോൾ അയാളൊരു മാന്യനായി ജീവിക്കുന്ന വ്യക്തിയാണ്. അയാളുടെ തൊഴിൽ ഇതാണെന്ന് മാത്രമേ ഉള്ളൂ, ഡിസിപ്ലിൻഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ലൈഫ് കളർഫുള്ളാക്കാം. ഓക്കെ. അപ്പോൾ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ഏതൊരാളും പഠിച്ചിരിക്കണം. 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളും മാസാവസാനം തെണ്ടുന്ന കാണാം. കാരണം ഒരു മാനേജ്മെൻറ്റിൽ വരുന്നതൊക്കെ ചാടി പിടിക്കുക, അങ്ങനെയല്ല വേണ്ടത്. അപ്പോൾ നമുക്ക് സമ്പാദ്യശീലം വേണം. മറ്റൊരാളെ മുമ്പിൽ കൈ നീട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും. ഭാര്യയ്ക്ക് കുഞ്ഞിന് ആശുപത്രി പോകണമെന്നാൽ ഓട്ടോ പിടിച്ച് പോകാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് അത്തരത്തിൽ നമുക്ക് 1000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 500 രൂപ സേവ് ചെയ്യണം. 500 രൂപ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായി 500 രൂപ ജീവിക്കാൻ, പക്ഷേ അത് മതിയെന്ന്. ഒരു ദിവസം 500 ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ജോലി ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്, അതിൻ്റെ പകുതി സമ്പാദിക്കണം. അപ്പം നിങ്ങൾക്ക് കാറ് വാങ്ങിക്കാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല വീട് വെക്കാം. ഒരുത്തനും നിങ്ങളെ എടാ പോടാന്ന് വിളിക്കത്തില്ല. ഞാൻ പറഞ്ഞു ആദ്യം തങ്കപ്പാന്ന് വിളിച്ച ബാങ്ക് മാനേജർ തങ്കപ്പൻ ചേട്ടാന്ന് 1 മാസം കൊണ്ട് വിളിച്ചു. 6 മാസമായപ്പോൾ എഴുന്നേറ്റ് നിന്ന് തങ്കപ്പൻ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതാണ് കാര്യം. അപ്പം ഡിസിപ്ലിൻഡ് ലൈഫായിരിക്കണം. വി മസ്റ്റ് സേവ് അവർ ഫണ്ട്, വി മസ്റ്റ് സേവ് അവർ മണി, വി മസ്റ്റ് ബിൽഡ് അപ്പ് അവർ കരിയർ, ബിൽഡ് അപ്പ് അവർ ഫാമിലി. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബി പോസിറ്റീവ് ഓൾവേസ്. താങ്ക് യു, പ്രൈസ് അവർ ഗോഡ്. ഒരു കാര്യമുണ്ട്, സമ്പാദ്യം ധനമൊക്കെ ഉണ്ട്, പ്രാർത്ഥനയും വേണം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. രാവിലെ 4:20 എഴുന്നേറ്റ് 5 മണി തൊട്ട് 6 മണി വരെ പ്രാർത്ഥിക്കും. ബൈബിള് ഇംഗ്ലീഷും മലയാളവും വായിക്കും, 2, 3, 4 വചനം എഴുതും. അങ്ങനെയാണ് ഡിഫറൻ്റായിട്ട് ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നടക്കാൻ പോകുന്നത്. 6 മണി തൊട്ട് 8 മണി വരെ നടപ്പും എക്സസൈസ്. ഇതൊരു ബിൽഡപ്പ് ലൈഫാണ്, കണ്ടുപഠിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, മദ്യപിക്കാതെയും പുകവലിക്കാതെ ഇരുന്നാൽ, അമിതമായി ഭക്ഷണം കഴിക്കാതിരുന്നാൽ, ഞങ്ങൾ കുറേ പേരുണ്ട് ഇപ്പം 110 വയസ്സ് വരെ ജീവിക്കാൻ തീരുമാനിക്കുക. ഇന്നിപ്പോൾ 2 പേര് ചേർന്ന് 14 പേരായി. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് 60 ആകുമ്പോഴേ വയസ്സായി എന്നും പറഞ്ഞ് അവരെ മൈൻഡ് സെറ്റ് 70 കൊല്ലാൻ വിടുക. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ 63 തട്ടിപ്പോവും. അവർ ഒത്തിരി അധികാരമൊക്കെ പോയി കഴിയുമ്പോൾ അവരങ്ങ് പെട്ടെന്ന് ഡൗണായി പോകും. അപ്പോൾ അങ്ങനെയല്ല, മനസ്സിനെ നമ്മൾ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യണം. ഞാൻ 110 ജപ്പാൻകാർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ, ഭൂമി കുലുക്കം, ആറ്റം ബോംബ്, കുന്തം കുടച്ച് എല്ലാം ഉണ്ടായിട്ട് അവർ 110 മിനിമം. അപ്പോൾ ഇത്രയും സുന്ദരമായി കേരളത്തിൽ, ഇത്രയും പച്ചപ്പുള്ള ഈ കേരളം, ഇത്രയും നല്ല വെള്ളമുള്ള ഈ കേരളത്തിൽ, ഇത്രയും ശാന്തിയും സമാധാനമുള്ള ഈ കേരളത്തിൽ 110 ഒരു വിഷയമേ അല്ല. ചെയ്യേണ്ടതൊന്ന് മാത്രം, മദ്യപാനം നിർത്തുക, പുകവലി നിർത്തുക, അല്പസ്വല്പം പ്രാർത്ഥിക്കുക, അല്പസ്വല്പം എക്സസൈസ് ചെയ്യുക, അല്പസ്വല്പം സേവ് ചെയ്യുക. നമുക്ക് പോകാമെന്നേ. 110 വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, ഞാൻ 110 രൂപ. എൻ്റെ കൂടെ ഇപ്പം 14 പേര് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുക. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കും കൂടെ മൈൻഡ് സെറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ മനസ്സിനോട് പറയുക. നിങ്ങളുടെ വീട്ടുകാരൊക്കെ 60 കഴിയുമ്പോൾ അപ്പൂപ്പം വരുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വയസ്സനാക്കാൻ ശ്രമിക്കും. ഒന്നുമില്ല, അത്ര ചിരിച്ചേക്കണം. എന്നിട്ട് നിങ്ങളെ കാണുമ്പോൾ അവരും തന്നെ ചേട്ടാന്ന് വിളിക്കാൻ തന്നെ. ഓക്കെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.